എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പേപ്പർ ഡോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിത് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. വളരെ സിമ്പിളായിട്ട് A4 പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു A4 ഷീറ്റ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡോളാണോ വേണ്ടത്, ഇപ്പം ഞാനിപ്പം ഒരു ഡിസ്നി പ്രിൻസസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കിപ്പം സിൻഡ്രല്ല ആണെങ്കിൽ ബ്ലൂ കളർ പേപ്പർ എടുക്കുക. അപ്പോൾ അങ്ങനെ ഏത് കളർ ഡോളർ ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കളർ പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ ഒരു യെല്ലോ പ്രിൻസസിനെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ യെല്ലോ കളർ പേപ്പറാണ് എടുത്തത്. ഇനി ഈ പേപ്പറിനെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പാണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പം ക്ലിയറായിട്ട് മനസ്സിലാവും. എന്നിട്ട് വരച്ച ആ ഷേപ്പിലൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിലിട്ടിരിക്കുന്ന നെയിൽ പോളിഷിൻ്റെ കളറ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ ഉണ്ടാക്കിയ നെയിൽ പോളിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ 4 പീസസാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഒരു A4 ഷീറ്റും കൂടെ എടുത്തിട്ട് ഇതുപോലത്തെ 4 പീസും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 8 പീസസ് വേണം. ഇനി നമ്മൾ ഈ പീസസിനൊക്കെ ഒരുമിച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. പിന്നെ ആ മേലത്തെ ഭാഗത്ത് അത്ര ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട, അത് നമുക്ക് ലാസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 8 പീസിനെയും നമ്മളിങ്ങനെ ഒന്നിന് മേലെ ഒന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നെടുക്കുമ്പോൾ നമുക്കത് ഇതുപോലത്തെ ഇങ്ങനത്തെ പീസസാണ് കിട്ടുക. ഇനി അതൊരു സർക്കിൾ, ഒരു റൗണ്ട് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഓപ്പൺ ആയിരിക്കുന്ന ലാസ്റ്റ് 2 പീസസ് ഇല്ലേ, അതിനെയും കൂടെ ഒന്ന് ഒരുമിച്ച് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് അതവിടെ വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പിക്ചറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് പ്രിൻസസ് ആണോ ആ പ്രിൻസസിൻ്റെ പിക്ചറാണ് വേണ്ടത്. അപ്പോൾ ഈ പിക്ചർ ഒന്നുകിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം, മാഗസീൻസിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫോട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ വരച്ചിട്ടും എടുക്കാം. ഞാനിപ്പം ഈസി ആയിട്ടുള്ള മെത്തേഡാണ് എടുത്തത്, ഞാൻ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഈ വയറിൻ്റെ അവിടുന്ന് പ്രിൻസസിൻ്റെ വയറിൻ്റെ പോർഷൻ മുതൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ പ്രിൻസസിനെ ഒന്ന് നല്ല ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ഷേപ്പിനെ നമുക്ക് ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റിഫായിട്ട് ഇത് നിൽക്കും. ഞാനിപ്പോൾ പേപ്പറിൽ തന്നെയാണ് ചെയ്തത്. ഇനി ഞാനൊരു ഐസ്ക്രീം സ്റ്റിക്കാണ് എടുത്തത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഐസ്ക്രീം സ്റ്റിക്കാണ്. അതിൻ്റെ വീഡിയോയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, ഞാനിവിടെ കാർഡിൽ കൊടുക്കാം. ഇനി ആ ഒരു ഐസ്ക്രീം സ്റ്റിക്കിനെ ഇതുപോലെ ഒന്ന്
പ്രിൻസസിൻ്റെ ആ ഒരു ബാക്കിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഈ മേലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടോപ്പ് പോർഷൻ അധികം ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു സ്റ്റിക്ക് നമുക്ക് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ബോഡി ഒന്ന് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പ്രിൻസസ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.